Hi students, good morning everybody. Home Science chapter 1, 2, 3 eduthu, and it is about the development of childhood years. First we have taken about the growth, development and its definition, its principle, all are took by you. Then in the third chapter you have completed the early childhood years and the infancy period. Now we are moving to the developmental task of the late childhood years. Late childhood years means 7 to 12 years of age. 7 to 12 years of age is the school going age. ഒരു ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന ഏജാണ് 7 to 12 ഇയേഴ്സ്. ആ ഒരു സ്കൂൾ ഏജിനെ കുറിച്ചാണ് ഡെവലപ്മെൻറ്റ് പഠിക്കുന്നത്. Until now you have studied about the infancy period and the early childhood years. In the infancy period you have seen a drastic changes occurring during the infancy period. There are drastic changes in the height and weight of the child, but in the early childhood years it is low down, and the same rate goes on the late childhood years also. In this, the physical development is the first area. All of you know the developmental areas. There are physical development, motor development, emotional development, social development, intellectual development, etc. But in this area, first we are going to cover the physical development. Physical development നമ്മൾ സാധാരണഗതിയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൈറ്റിലുണ്ടാകുന്ന ചേഞ്ചസ്, വെയ്റ്റിലുണ്ടാകുന്ന ചേഞ്ചസ്, പിന്നെ ബോഡി പ്രപ്പോർഷൻസിലുണ്ടാകുന്ന ചേഞ്ചസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഏകദേശം ചേഞ്ചസ് ഒരു ഗ്രാജുവൽ ചേഞ്ചസ് ആണ് ഉണ്ടാകുന്നത്. ഇയർലി ചേഞ്ചസ് മാത്രമേ ഒബ്സർവബിൾ ആയിട്ടുള്ളൂ. ടോട്ടൽ ഒരു ഹൈറ്റ് എന്ന് വെച്ചാൽ 142 സെൻറ്റിമീറ്റർ ബോയ്സിനും ഏകദേശം 140 സെൻറ്റിമീറ്ററിന് അടുപ്പിച്ച് ബോയ്സിനും 142 സെൻറ്റിമീറ്റർ അടുപ്പിച്ച് ഗേൾസിന് ചേഞ്ചസ് ഉണ്ടാവാറുണ്ട്. ആവറേജ് ഒരു 11 ഇയേഴ്സ് ആകുമ്പോൾ. അതുപോലെ തന്നെ വെയ്റ്റിലുള്ള ചേഞ്ചസ് ഗേൾസിന് 33.7 ബോയ്സിന് 32.2 ആണ്. അതിൻ്റെ റീസൺ അറിയാം. ഈ ഏജ് ഗ്രൂപ്പിൽ വരുമ്പോഴത്തേക്കിന് കമ്പാരിറ്റീവ്ലി ഗേൾസ് മച്യൂരിറ്റി അക്യൂർ ചെയ്യുന്നത് കുറച്ചും കൂടെ നേരത്തെയും ബോയ്സ് മച്യൂരിറ്റി അക്യൂർ ചെയ്യുന്നത് താമസിച്ചുമാണ്. അതുകൊണ്ടിട്ടാണ് ഹൈറ്റിലും വെയ്റ്റിലും ഗേൾസ് മുന്നോട്ട് നിൽക്കുന്നതും ബോയ്സ് പുറകോട്ട് നിൽക്കുന്നതും. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്ന ടേബിളിൻ്റെ അകത്ത് ഹൈറ്റിലുള്ള ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് 5 to 6 സെൻറ്റിമീറ്റേഴ്സിൽ ഇയർലി ചേഞ്ചസ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെയ്റ്റിൽ ഏകദേശം 2 to 3 kg വെയ്റ്റിലാണ് ചേഞ്ചസ്, ആവറേജ് ഇയർലി ചേഞ്ചസ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആണ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഫിസിക്കൽ ഡെവലപ്മെൻ്റ് അകത്ത് തന്നെ വരുന്നതാണ്. കാരണം ബ്രെയിനിൻ്റെ സൈസിലുണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂടുതലും ചൈൽഡ്ഹുഡ് ഇയേഴ്സിലാണ് 90% ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഉണ്ടാകുന്നത്. അത് ഏർലി ചൈൽഡ്ഹുഡ് ഇയേഴ്സിലെ ബ്രെയിനിൻ്റെ ക്വാണ്ടിറ്റി വൈസ് ഡെവലപ്മെൻറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ചൈൽഡ്ഹുഡ് ഇയേഴ്സിലാണ്. ഈ സമയത്താണ് അതിൻ്റെ ഓർഗനൈസേഷൻ നടക്കുന്നതും ബ്രെയിൻ ഫങ്ഷൻ നടക്കുന്നതും അതുപോലെ തന്നെ മൈലിനേഷൻ നടക്കുന്നത്. മൈലിനേഷൻ എന്ന് വെച്ചെന്നാൽ ഫാറ്റി സബ്സ്റ്റൻസ് നെർവ് സെൽസിന് ചുറ്റും ഡിപ്പോസിറ്റ് ചെയ്യുന്നു. അതതിൻ്റെ ഇലക്ട്രിക് ഇമ്പൾസസിനെ കണ്ടക്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്ന ഡെവലപ്മെൻറ്റ് ഓഫ് ടീത്ത് ആണ്. ടീത്ത് ഡെവലപ്മെൻറ്റ് അറിയാം. നിങ്ങൾ ഏർലി ചൈൽഡ്ഹുഡ് ഇയേഴ്സിൽ ടീത്ത് ഡെവലപ്മെൻറ്റ് പഠിച്ചായിരുന്നു. 8 to 12 months ഫസ്റ്റ് സെൻട്രൽ ഇൻസിസേഴ്സ് ഇറപ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഡയഗ്രത്തിൽ കാണാം. സെൻട്രൽ ഇൻസിസേഴ്സ്, ലാറ്ററൽ ഇൻസിസേഴ്സ്, കനൈൻസ്, ഫസ്റ്റ് മോളർ, സെക്കൻഡ് മോളർ. ഇതിൻ്റെ ഓർഡറിലാണ് അവിടെ ഇറപ്ഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ അത് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു 8 to 12 months, 9 to 13 monthsലൊക്കെ 1 year തൊട്ട് ഒരു 2 yearsനിടയ്ക്കാണ് മിൽക്ക് ടീത്തിൻ്റെ ഇറപ്ഷൻ നടക്കുന്നത്. പക്ഷേ അതിൻ്റെ ഷെഡിങ് നടക്കുന്ന പീരീഡാണ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സ്. അതായത് 6 to 7 years സ്റ്റാർട്ട് ചെയ്യും. സെൻട്രൽ ഇൻസിസേഴ്സ് 6 to 7 years ഇറപ്റ്റ് ചെയ്യും. അങ്ങനെ 10 to 12 yearsനുള്ളിൽ കംപ്ലീറ്റ് മിൽക്ക് ടൂത്തും ഷെഡ് ചെയ്തിട്ട് പുതിയ ട്യൂത്ത് വരികയാണ് ചെയ്യാറ്. അത് ഡയഗ്രത്തിൽ കാണാം. അടുത്ത നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് മോട്ടോ ഡെവലപ്മെൻ്റ് ആണ്. നിങ്ങൾക്കറിയാം മോട്ടോ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മസിൽസിനുണ്ടാവുന്ന ഡെവലപ്മെൻറ്റ്. മസിൽസ് നമ്മൾ സാധാരണ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ മസിൽസ് യൂസ് ചെയ്യുന്നത്. മസിൽസാണ് നമ്മളുടെ ബോഡി മൂവ്മെൻറ്റ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ മസിൽസിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ആ നെർവ് ഇമ്പൾസസ് ബ്രെയിനിൽ ചെല്ലുകയും നമ്മളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മസിൽസിൻ്റെ മൂവ്മെൻറ്റിനെ ബേസ് ചെയ്തുകൊണ്ടിട്ട് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ആദ്യത്തേതാണ് സെൽഫ് ഹെൽപ്പ് സ്കിൽസ് എന്ന് പറയുന്നത്. അതായത് ബാത്തിങ്, ബ്രഷിങ്, ടീത്തിങ്, അങ്ങനെയുള്ള നമ്മുടെ സ്വന്തമായിട്ടുള്ള ആക്ടിവിറ്റീസിന് ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ പെർഫോമൻസിനെ കൺട്രോൾ ചെയ്യുന്നതാണ് സെൽഫ് ഹെൽപ്പ് സ്കിൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് സോഷ്യൽ ഹെൽപ്പ് സ്കിൽസ് ആണ്. സോഷ്യൽ ഹെൽപ്പ് സ്കിൽസ് ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മൾ ഹൗസ് ഹോൾഡിൽ ചെയ്യുന്ന കാര്യങ്ങളും ഔട്ട്ഡോറിൽ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള. ഇതിൻ്റെ അകത്ത് പിക്ചറിൽ നിങ്ങൾക്ക് കാണാം. ഗാർബേജ് ക്ലീൻ ചെയ്യുന്നു, അതുപോലെ തന്നെ തുണി മടക്കുന്നു, അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതിനെല്ലാം തന്നെ നമ്മൾ സോഷ്യൽ
ഹെൽപ്പ് സ്കിൽസ് എന്ന് പറയും. അത് ഡസ്റ്റിങ്ങും സ്വീപ്പിങ്ങും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡാണ്. സോഷ്യലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ ഹെൽപ്പ് സിസ്റ്റത്തിൻ്റെ അകത്ത് വരും. നെക്സ്റ്റ് നമ്മുടെ സ്കൂൾ ഹെൽപ്പ് സ്കിൽസ് ആണ്. നിങ്ങൾക്കറിയാം 3R ആണ് സ്കൂളിലെ ബേസിക്കായിട്ട് നമ്മൾ പഠിക്കുന്നത്, റൈറ്റിംഗ്, റീഡിങ് ആൻഡ് അരിത്തമാറ്റിക്സ്. അത് പെർഫോം ചെയ്യാൻ വേണ്ട സ്കിൽസിനെയാണ് സ്കൂൾ ഹെൽപ്പ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ. ഡ്രോയിങ്ങിനുള്ളത്, റൈറ്റിങ്ങിനുള്ളത്, റീഡിങ്ങിനുള്ള അങ്ങനെയുള്ള സ്കിൽസ് തന്നെ. അതിൽ നമ്മുടെ മസിൽസ് ഇൻവോൾവ് ആയിട്ടുള്ള റൈറ്റിങ്ങും ഡ്രോയിങ്ങും ഒക്കെയാണ് സ്കൂൾ ഹെൽപ്പ് സ്കിൽസിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പ്ലേ സ്കിൽസാണ്. ഔട്ട്ഡോർ പ്ലേയും ഉണ്ട്, ഇൻഡോർ പ്ലേയും ഉണ്ട്. ഔട്ട്ഡോർ പ്ലേക്കും ഇൻഡോർ പ്ലേക്കും ആവശ്യമായിട്ടുള്ള മസ്കുലർ എക്സസൈസുകളും മസ്കുലർ മൂവ്മെൻറ്റ്സും ചേർന്നതിനാണ് പ്ലേ സ്കിൽസ് എന്ന്. സൈക്ലിങ്ങും റണ്ണിങ്, ഹോപ്പിങ്, സ്കിപ്പിങ് അങ്ങനെയുള്ള എല്ലാം തന്നെ പ്ലേ സ്കിൽസിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു, മോട്ടോർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. നൗ വി ആർ ഗോയിങ് ടു ദ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്കിൽസ്. സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഈസ് ദ സോഷ്യലൈസേഷൻ പ്രോസസ്സിനെയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് തന്നെ. നമ്മൾ ഒരു സ്കൂൾ ഏജിലേക്ക് പോകുമ്പോൾ നോർമലായിട്ട് ഹൗസ് ഹോൾഡിൽ നിന്ന് നമ്മൾ ഔട്ട് സൈഡിലേക്ക് പോകുമ്പോൾ ഒരു സൊസൈറ്റിയെ ഫേസ് ചെയ്യേണ്ടി വരുന്നു. ആ സൊസൈറ്റിയെ ഫേസ് ചെയ്യുമ്പോൾ സൊസൈറ്റിയുടെ നോംസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് ബിഹേവ് ചെയ്യാനായിട്ടുള്ള നമ്മളുടെ പവറിനെയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അതിനുള്ള എബിലിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫ്രണ്ട്സായിട്ടും ടീച്ചേഴ്സായിട്ടും അങ്ങനെയുള്ളവരുമായിട്ടെല്ലാം മിങ്കിൾ ചെയ്ത് സോഷ്യൽ നോംസും റൂൾസ് ആൻഡ് റെഗുലേഷൻസും അനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ്. ഈ ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാങ് ഏജ് എന്നാണ് പറയുന്നത്. കൂടുതലും സോളിറ്ററി പ്ലേയിൽ നിന്നും ഏർലി ചൈൽഡ്ഹുഡിൽ സോളിറ്ററി പ്ലേ ആണ് ഉണ്ടാവുക. അതിൽ നിന്നും ഒരു കോപ്പറേറ്റീവ് പ്ലേയിലേക്കും ഒരു ഗ്യാങ്, ഒരു ഗ്രൂപ്പായിട്ട് ഉള്ള പ്ലേ ആക്ടിവിറ്റീസിലേക്ക് ഇൻഡൾജ് ചെയ്യുന്നതുമായ ഒരു കാലഘട്ടമാണ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സ്. അതിനെ ഗ്യാങ് ഏജ് എന്നും പറയാറുണ്ട്. ഈ കാലഘട്ടത്തിൽ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് കളിക്കാനായിട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുക. അത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഒരു പാർട്ടാണ്. നെക്സ്റ്റ് വരുന്നത് ഇമോഷണൽ ഡെവലപ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് എല്ലാവരും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാണ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്താണെന്ന്. പോസിറ്റീവ് ഇമോഷൻസും നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, അതായത് കൂടുതലും പേരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്നും മാറി ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ കോണ്ടാക്റ്റിലെത്തുകയും ആ ഇമോഷണൽ കോണ്ടാക്റ്റ് കൂടുതലും നമ്മുടെ ഹോംലി അറ്റ്മോസ്ഫിയറിൽ നിന്നും സ്കൂൾ അറ്റ്മോസ്ഫിയറിലേക്ക് മാറുകയും ചെയ്യുന്നു. ഈ ഭാഗത്ത് വെച്ച് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാൻ, എക്സ്പ്രഷൻസിനെ മാനേജ് ചെയ്യാനായിട്ടും ഉള്ള എബിലിറ്റി ആർജിക്കുന്ന ഒരു കാലഘട്ടമാണ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സ്. ഫിയർ, ആങ്കർ, ജലസി, ഗ്രിഫ്, ക്യൂരിയോസിറ്റി, ജോയ്, പ്ലഷർ ആൻഡ് റിലേറ്റ് ആണ് സാധാരണ ലേറ്റ് ചൈൽഡ്ഹുഡിലെ ഇമോഷണൽ പാറ്റേൺസ്. ഈ ഇമോഷൻസ് എല്ലാം തന്നെ പ്രോപ്പറായിട്ടുള്ള ഡെവലപ്മെൻറ്റിലും പ്രോപ്പറായിട്ടുള്ള കൺട്രോളിലും എക്സ്പ്രസ് ചെയ്യാൻ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സ്. നെക്സ്റ്റ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ കവർ ചെയ്തതാണ്. തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻ്റ് ആണ്. അത് പിയാഷയുടെ തിയറിയാണ്. പിയാഷേഴ്സ് തിയറി ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് സ്റ്റേജാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. സെൻസറി മോട്ടോർ സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ളതാണ് പ്രീ ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ടുള്ളതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജ്. ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സിൽ കുട്ടികൾ കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജിലാണ് ഉണ്ടാവുക. അതായത് അവരുടെ ഐഡിയാസും അവരുടെ പെർസെപ്ഷൻ പവേഴ്സും ഇൻക്രീസ് ചെയ്യുന്നു, ആക്യുറസി ഇൻക്രീസ് ചെയ്യുന്നു, അവർക്ക് ലോങ് ടേം മെമ്മറി ഉണ്ടാകുന്നു, പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ റിക്കോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അതായത് അവരുടെ കൺസെപ്റ്റ് കോൺക്രീറ്റ് ആവുന്നു, കുറച്ചും കൂടെ ഫാക്ച്വൽ ആവുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടിട്ടാണ് അതിനെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സിലെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജിലാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഡയഗ്രത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് പിയാഷയുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് കാണാം. അതിൽ ബർത്ത് ടു 2 years സെൻസറി മോട്ടോർ സ്റ്റേജ് ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് പ്രീ ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജ് 2 to 7 years. അതിന് ശേഷം വരുന്നതാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജ് 7 to 12 years. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നെക്സ്റ്റ് വരുന്ന സ്റ്റേജാണ് ഫോർമൽ ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജ്. അതായത് അഡോൾസൻ്റ് ഏജിൽ വരുന്ന 12 years ആൻഡ് അഡൽട്ട്ഹുഡ് വരെയുള്ള കാലഘട്ടം. നമുക്ക് അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജിൻ്റെ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ കാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൺസർവേഷൻ, ഡീസെൻട്രേഷൻ ആൻഡ് റിവേഴ്സിബിലിറ്റിയാണ്. പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് കൺസർവേഷൻ. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയുമായിട്ടുള്ള കോറിലേഷൻ. അതായത് പിക്ചറിനകത്ത് നിങ്ങൾക്ക് കാണാം ഒരേ വലിപ്പമുള്ള 2 ടംബ്ലേഴ്സ്, അത് രണ്ടും 1 liter ആണ്. അത് ഒരേപോലെ അതുള്ളതുകൊണ്ട് സെയിം ക്വാണ്ടിറ്റിയാണ്. പക്ഷേ നെക്സ്റ്റ് പടത്തിൽ നിങ്ങൾ കാണുമ്പോൾ ഒരെണ്ണത്തിന് ഡയമീറ്റർ കുറഞ്ഞിട്ട് ഹൈറ്റ് കൂടിയ കണ്ടെയ്നറും ഡയമീറ്റർ കൂടി ഹൈറ്റ് കുറഞ്ഞ കണ്ടെയ്നറുമാണ്. രണ്ടും 1 liter ക്വാണ്ടിറ്റിയാണ്. പക്ഷേ നോക്കുമ്പോൾ
ഡയമീറ്റർ കുറഞ്ഞ ഹൈറ്റ് കൂടെ ഇതിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി കൂടുതലും മറ്റിൻ്റെ അകത്ത് ക്വാണ്ടിറ്റി കുറവുമാണ്. ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുന്നു. അറേഞ്ച്മെൻറ്റ്സ് വ്യത്യാസം വരുന്നു, അപ്പോഴും അതിൻ്റേതായ വ്യത്യാസങ്ങളുണ്ടാകുന്നു. അതാണ് കൺസർവേഷൻ, അതായത് ക്വാണ്ടിറ്റി ക്വാളിറ്റി കമ്പേഴ്സിൻ്റെ കൺസർവേഷൻ എന്നുള്ള എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡീസെൻട്രേഷൻ. ഡീസെൻട്രേഷൻ്റെ അകത്ത് വരുന്നത് ഒരു പോയിന്റിൽ നിന്നും അട്രാക്ഷൻ വേറൊരു പോയിന്റിലേക്ക് മാറ്റാനായിട്ടുള്ള എബിലിറ്റിയാണ് ഡീസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആ ഡീസെൻട്രേഷൻ എബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നൊരു കാലഘട്ടമാണ് കോൺക്രീറ്റ് ഓപ്പറേഷണൽ തോട്ട് സ്റ്റേജിൽ. അതായത് ഒരു TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനൊപ്പം ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതിലേക്കും കൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ടുള്ള ഒരു കഴിവ്, അതായത് ഒരു ആക്ടിവിറ്റിയിൽ നിന്നും വേറെ ആക്ടിവിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള കഴിവാണ് ഡീസെൻട്രേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് റിവേഴ്സിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാണുന്ന പോലെ തന്നെ 1 to 12 എണ്ണുന്നത് പോലെ തന്നെ പുറകോട്ടും 12, 11, 10, 8, 9 എന്നും ചൊല്ലാൻ പഠിക്കുന്നു. അതാണ് റിവേഴ്സിബിലിറ്റി. ഒരാക്ഷന് എപ്പോഴും റിവേഴ്സ് റിയാക്ഷൻ ഉണ്ടാകുന്നു എന്നതാണ് റിവേഴ്സിബിലിറ്റി. ആ ഒരു ഐഡിയ ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഐസ് വെള്ളമാവുന്നത്, വെള്ളം തിരിച്ച് ഐസാവും. ഇതെല്ലാം തന്നെ റിവേഴ്സിബിലിറ്റിക്ക് എക്സാമ്പിളാണ്. ഇതുകൂടാതെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് റിവേഴ്സിബിലിറ്റിക്ക് നമുക്ക് പറയാം. നെക്സ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്. നിങ്ങൾ പഠിച്ചിരുന്നു ഫസ്റ്റ് ഇൻഫൻസി പീരീഡിൽ, അതായത് 1 to 2 ഇയേഴ്സിൽ ലാംഗ്വേജ് ബാബ്ലിങ്ങിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പഠിച്ചിരുന്നു. ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ചും കൂടെ ഫൈനൽ പാർട്ടിലേക്ക് എത്തുന്നതാണ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സ്. കാരണം അതിൻ്റെ ബേസിക്സ് ഫോം ചെയ്ത് കഴിഞ്ഞിരുന്നു. പക്ഷേ ഈ കാലഘട്ടത്തിൽ എങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്പീച്ചുകളും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ മനസ്സിലാക്കാനും അതിൻ്റേതായ ടോൺ വേരിയേഷനോട് കൂടിയും അതിൻ്റേതായ കറക്റ്റ് പ്രൊനൗൺസിയേഷനോട് കൂടിയും സ്ട്രക്ചറോട് കൂടിയും തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൽ ഒരു പെർഫെക്ഷൻ ഫോം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സ്. നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ അകത്തെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആണ്. ഫസ്റ്റ് സെക്ഷൻ വൊക്കാബുലറി ആണ്, അതായത് വേർഡ്സ് പഠിക്കുന്നത്. ഇതുവരെയുള്ള കാലഘട്ടങ്ങളിൽ നമ്പർ ഓഫ് വേർഡ്സ് കൂടുതലായിരുന്നു. പക്ഷേ ഈ കാലഘട്ടങ്ങളിൽ വരുമ്പോൾ ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സിൽ ഒരേ വേർഡിന് തന്നെ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റിൽ ഡിഫറെൻറ്റ് മീനിങ്സ് ഉണ്ട് എന്നതിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാലഘട്ടമാണ്. നെക്സ്റ്റ് പ്രൊനൗൺസിയേഷൻ, എറേഴ്സ് ഇല്ലാതെ കറക്റ്റായിട്ട് വേർഡ്സ് പ്രൊനൗൺസ് ചെയ്യാൻ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. സെൻറ്റൻസ് കൺസ്ട്രക്ഷനിലേക്ക് വരുവാണെങ്കിൽ എല്ലാ എത്ര കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസും ക്ലിയർ ആയിട്ടും, അത് മീനിങ് ഫുള്ളായിട്ടുള്ള സെൻറ്റൻസ്, കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് എഴുതാനും വായിക്കാനും പറയാനും ഉള്ള എബിലിറ്റി അക്വയർ ചെയ്യുന്നൊരു കാലഘട്ടമാണ് ലേറ്റ് ചൈൽഡ്ഹുഡ് ഇയേഴ്സ്. നെക്സ്റ്റ് ഡിസിപ്ലിൻ ആൻഡ് ഗൈഡൻസ് ആണ്. അതായത് ലേറ്റ് ചൈൽഡ്ഹുഡിലാണ് കുട്ടികളിൽ ഡിസിപ്ലിൻ കൂടുതലും നമുക്ക് ഇനാക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്തിയെടുക്കാനായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് പണിയിൽ വളർത്തിയെടുക്കാൻ പറ്റിയൊരു കാലഘട്ടമാണ് 7 ഇയേഴ്സ്. അപ് ടു 6 ഇയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിന് ശ്രമിച്ചു കഴിഞ്ഞെന്നാലും പ്രോപ്പറായിട്ട് അതിൽ മനസ്സിലാക്കാനും അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും അതിലേക്ക് വരാനുമായിട്ടുള്ള ഒരു തിങ്കിങ് പവർ ഉണ്ടാകത്തില്ല. നമ്മൾ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിന് കൺസർവേഷനും ഡീസെൻട്രേഷനും അങ്ങനെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു തിങ്കിങ് പ്രോസസ്സ് ക്ലിയർ ആവുന്ന ഒരു കാലഘട്ടം 7 ഇയേഴ്സ് ഓൺവേർഡ്സ് ആണ്. അപ്പോൾ ആ കാലഘട്ടത്തിലാണ് കുട്ടിയെ ഡിസിപ്ലിൻഡ് ആയിട്ട് വളർത്താൻ, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു കാലഘട്ടം. ഡിസിപ്ലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡൽട്ടിൻ്റെ ഗൈഡൻസിൽ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നതും അപ്രോപ്രിയേറ്റ് ബിഹേവിയറിലേക്ക് അവരെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നതുമായ ഒരു പ്രോസസ്സാണ്. അതിൻ്റെ അകത്ത് ഡിസിപ്ലിനും ഗൈഡൻസും വരും. ഡിസിപ്ലിനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അഡൽട്ടിൻ്റെ ഒരു ഗൈഡൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ എഫക്റ്റീവായൊരു ഗൈഡൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പുതിയ തലമുറ വാർത്തെടുക്കാൻ സാധിക്കും. ഈ പടത്തിൽ നിങ്ങൾ ABC 3 കാണുന്നുണ്ട്. ഈ എയും ബിയും സിയിലുമുള്ള പേരൻസിൻ്റെ ബിഹേവിയർ പാറ്റേണിൽ നിങ്ങൾക്ക് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് എയ്ക്കകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്. ബിക്കകത്ത് വരുമ്പോഴത്തേക്കിന് ഭയങ്കര പാമ്പേർഡ് ആയിട്ടുള്ള, അവിടെ റൂളിങ് കപ്പാസിറ്റി ഉള്ളത് ചൈൽഡിനാണ്. ചൈൽഡ് പറയുന്നത് ഫാദർ കേൾക്കുന്നു. അതിൻ്റെ തന്നെ ഒരെണ്ണത്തിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഒത്തിരി ഗിഫ്റ്റുകളൊക്കെ പേരൻസ് കൊടുത്തിട്ട് ഒരു രാജാവിനെ പോലെ കുട്ടിയെ വളർത്തുന്നു. അവിടെ ഡൊമിനേറ്റിംഗ് ക്യാരക്ടർ വരുന്നത് ചൈൽഡാണ്. ലാസ്റ്റ് വണ്ണിൻ്റെ അകത്തറിയാം അവിടെ ഡൊമിനേറ്റിംഗ് ആയിട്ട് വരുന്നത് പേരൻ്റാണ്. പേരൻ്റ് ഭയങ്കര സ്ട്രോങ് ആയിട്ടും ഭയങ്കരമായിട്ട് കൺട്രോൾഡ് ആയിട്ടുമുള്ള ഒരിതാണ്. ഇതാണ് 3 ടൈപ്പ് ഓഫ് ഗൈഡൻസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിനെ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഡിസിപ്ലിനെ നമുക്ക് 3 തരത്തിൽ ഡിസിപ്ലിൻ ഒരു കുട്ടിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അത് 3 എണ്ണമാണ് നമ്മൾ മുമ്പേ കണ്ട പിക്ചറിൽ.
അതിൽ ലാസ്റ്റിൽ വരുന്നതാണ് അതോറിറ്റേറിയൻ ഡിസിപ്ലിനറി, അതായത് പേരൻസിനാണ് ഫുൾ കൺട്രോൾ ഉണ്ടാവുക. അങ്ങനെ വരുന്നതിനാണ് അതോറിറ്റേറിയൻ ഡിസിപ്ലിനറി ടെക്നിക്സ്. അതായത് സിക്കകത്ത് നമ്മൾ പിക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പേരൻറ്റിംഗ് ആണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. സെക്കൻഡ്, അതായത് ബിക്കകത്ത് വരുമ്പോൾ ഒരു പെർമിസീവ് ഡിസിപ്ലിനറി ടെക്നിക്സ് ആണ്. അതായത് കുട്ടിയുടെ ഇഷ്ടത്തിന് കുട്ടിയെ വിടുക, അവിടെ യാതൊരു വിധത്തിലുമുള്ള കൺട്രോളുകൾ ഉണ്ടാവുന്നില്ല, കുട്ടിയുടെ ഇഷ്ടത്തിന് കുട്ടിയെ പോകാൻ അനുവദിക്കുന്നു. ആ ഒരു കേസിൽ, അതായത് പെർമിസീവ് ഡിസിപ്ലിനറി ടെക്നിക്കിൽ കുട്ടിക്ക് റൈറ്റ് ആൻഡ് റോങ് എന്നതിനെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഫോർമേഷൻ നടക്കുന്നില്ല. കുട്ടി എന്ത് ചെയ്യുന്നു അതിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. അവിടെ ഒരു റൈറ്റ് റോങ് കൺസെപ്റ്റ്, ഗുഡ് ബാഡ് കൺസെപ്റ്റ് ഒന്നും ഫോം ചെയ്യുന്നില്ല. അതാണ് സെക്കൻഡ് നമ്മൾ കണ്ട ബിയിലുള്ളത്. പക്ഷേ എയിൽ വരുമ്പോൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളതും അതേസമയം ഡിസിപ്ലിൻ പറഞ്ഞു കൊടുക്കുന്നതുമായ ഒരു പേരൻറ്റിംഗ് ആണ് കാണുന്നത്. അതിനെയാണ് ഡെമോക്രാറ്റിക് ഡിസിപ്ലിനറി ടെക്നിക്ക് എന്ന് പറഞ്ഞത്. ഏറ്റവും എഫക്റ്റീവായിട്ടുള്ളതും ഏറ്റവും നല്ലൊരു ഡിസിപ്ലിനിലേക്ക് കൊണ്ടുവരുന്നതുമാണ് ഡെമോക്രാറ്റിക് ഡിസിപ്ലിനറി ടെക്നിക്ക്. ഫസ്റ്റ്, അതോറിറ്റേറിയൻ്റെ കാരക്ടറിസ്റ്റിക്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം. ലെസ് വാംത്ത്, നഴ്ച്ചറിങ്, ഒട്ടും നഴ്ച്ചറിങ് അല്ല, ഒട്ടും കെയറിങ് അല്ലാത്ത, ഭയങ്കര എക്സ്പെക്റ്റേഷൻസ്, കുട്ടികളെക്കുറിച്ച് ഭയങ്കര എക്സ്പെക്റ്റേഷൻസ് ഉള്ള ഒരു മിസ്റ്റേക്സിനെ ഭയങ്കരമായിട്ട് റാഷായിട്ട് പണിഷ് ചെയ്യുന്ന ഒരെണ്ണത്തിനെയാണ് അതോറിറ്റേറിയൻ ഡിസിപ്ലിനറി മെഷർ എന്ന് പറയുന്നത്. മറ്റ് പെർമിസീവിൻ്റെ അകത്ത് യൂഷ്വലി ഭയങ്കര നഴ്ച്ചറിങ് ആയിരിക്കും, ഭയങ്കര ലവിങ് ആയിരിക്കും. ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല. അത് ഒട്ടും സ്ട്രിക്റ്റ് അല്ലാത്ത, റൂൾസ് ഉണ്ടെങ്കിൽ തന്നെയും ഒട്ടും സ്ട്രിക്റ്റ് അല്ലാത്ത ഒരു റോളിംഗ് പ്രൊസീജിയർ ആയിരിക്കും. കുട്ടിക്ക് കുട്ടിയുടേതായ ഫുൾ ഫ്രീഡം കൊടുക്കുന്നതാണ് പെർമിസീവ്. നെക്സ്റ്റ്, ഡെമോക്രാറ്റിക്. അതിൻ്റെ അകത്ത് വാംത്തുണ്ട്, നേച്ചറൻസ് ഉണ്ട്, ഇൻഡിപെൻഡൻസ് എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട് അവിടെ, പ്രോപ്പറായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഡിസിപ്ലിനറി മെഷേഴ്സും ഉണ്ടാവും. അതാണ് ഡെമോക്രാറ്റിക് ഡിസിപ്ലിനറി മെഷേഴ്സ്. ഇനി അടുത്തത്, ഈ ഡിസിപ്ലിൻ നമ്മൾ ഇനാക്ടിവിറ്റി അല്ലെങ്കിൽ നമ്മൾ ഒരു ഡിസിപ്ലിനറി മെഷേഴ്സ് ഫോളോ ചെയ്യുമ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആവണമെങ്കിൽ അത് കുട്ടിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എങ്കിൽ എന്തൊക്കെ എലമെൻറ്റ്സ് ശ്രദ്ധിക്കണം. അതിൻ്റെ അകത്ത് വരുന്ന എലമെൻറ്റ്സാണ് റൂൾസ്. അതായത് നമ്മൾ കുറച്ച് റൂൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് റൂൾസ്, അതായത് നീ ഇന്ന സമയത്ത് എണീക്കണം, ഇന്ന സമയത്ത് ഫുഡ് കഴിക്കണം, ഇന്ന സമയത്ത് പ്ലേ ടൈം, ഇന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യണം. അതാണ് റൂൾസ് എന്ന് പറയുന്നത്. നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ടായിരിക്കണം. കൺസിസ്റ്റൻസി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇന്ന് പേരൻസിൻ്റെ മൂഡ് നല്ലതായിട്ടിരിക്കുമ്പോൾ കുട്ടിക്ക് എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഓക്കെ, ശരി നീ അത് ചെയ്തോ കുഴപ്പമില്ലെന്നും, നാളെ ഇച്ചിരി മൂഡ് മോശമായിരിക്കുമ്പോൾ അത് ചെയ്യുമ്പോൾ പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. കൺസിസ്റ്റൻസി കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു റൂൾ വെച്ച് കഴിഞ്ഞാൽ ആ റൂളിനെ തന്നെ ആ കുട്ടി ഫോളോ ചെയ്യണം എന്ന ഒരു റൂൾ അല്ലെങ്കിൽ എന്നതൊരു മസ്റ്റാക്കി വെക്കണം. അതാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ആ റൂളിനെ ഫോളോ ചെയ്യണം. അത് ഏത് സമയമാണേലും, നമുക്ക് ഏത് പേരൻസിൻ്റെ ഏത് മൂഡാണേലും, ടീച്ചേഴ്സിൻ്റെ ഏത് മൂഡാണേലും, ഏതാണേലും, ടീച്ചേഴ്സ് ആയാലും പേരൻസ് ആയാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ഫോളോ ചെയ്യും. നെക്സ്റ്റ്, പണിഷ്മെൻ്റാണ്. പണിഷ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും റാഷ് പണിഷ്മെൻറ്റ്സ് അല്ല. എന്തുമാത്രം ആണോ ഓഫൻസിൻ്റെ ഇൻറ്റൻസിറ്റി അതിനെ ബേസ് ചെയ്തിട്ടുള്ള പണിഷ്മെൻറ്റ്. ഈവൻ പണിഷ്മെൻറ്റിൻ്റെ അകത്ത് അടി വഴക്ക് മാത്രമല്ല, കുറച്ച് നേരം കുട്ടിയെ ഒരിടത്ത് മാറ്റി നിർത്തുക, സേഫായിട്ടുള്ളിടത്ത് വേണം ഒരിടത്ത് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് മിണ്ടാതിരിക്കാൻ പറയുക, ഇതുപോലും ഒരു പണിഷ്മെൻറ്റിൻ്റെ അകത്ത് വരും. അതുപോലെയുള്ള പണിഷ്മെൻറ്റ്സ്, അതായത് റാഷ് അല്ലാത്ത, അധികം ഹാംഫുൾ അല്ലാത്ത, പക്ഷേ ആ തെറ്റ് കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കത്തക്ക വിധത്തിലുള്ള പണിഷ്മെൻറ്റ്സ്. റിവാർഡ്സ് എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പണിഷ്മെൻറ്റ് ചീത്ത കാര്യങ്ങൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള റിവാർഡ്സും പ്രോപ്പറായിട്ടുള്ള അപ്രീസിയേഷൻ, ഈവൻ വേർഡ്സിൽ കൂടി ആണെങ്കിലും മതി, റിവാർഡ്സ് ആൻഡ് അപ്രീസിയേഷൻസും ഈ ഡിസിപ്ലിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും ആ ഡിസിപ്ലിൻ ലോങ് ലാസ്റ്റിംഗ് ആവാനായിട്ടും അതൊരു ഹാബിറ്റായിട്ട് മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ നാലെണ്ണം എസെൻഷ്യൽ റൂൾസാണ് ഡിസിപ്ലിൻ ഫോളോ ചെയ്യാനായിട്ട്. ഡിസിപ്ലിനറി മെഷേഴ്സ് ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നതാണ് ഹാബിറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സ്വഭാവ രൂപവൽക്കരണം, ഹാബിറ്റ് ഫോർമേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് എങ്ങനെയാണ് ഹാബിറ്റ് സാധനം ഫോം ചെയ്യുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയെന്ന് അറിയാം എങ്ങനെയൊക്കെ ഹാബിറ്റ് ഫോം ചെയ്യുന്നതെന്ന്. നമ്മളൊരേ കാര്യം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് റിവാർഡോ അപ്രിസിയേഷനോ ഒക്കെ കിട്ടുമ്പോൾ ഒക്കെ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോൾ ആ ചെയ്ത കാര്യം നമ്മൾ എന്ത് ചെയ്യും, റിപ്പീറ്റായിട്ട് ചെയ്യും. അങ്ങനെ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നത്. ഹാബിറ്റ് ഈസ് എ റുട്ടീൻ ബിഹേവിയർ ദാറ്റ് ഈസ് റിപ്പീറ്റഡ് റെഗുലർലി. അതായത് നമ്മൾ റെഗുലറായിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യും. അങ്ങനെ ഹാബിറ്റായിട്ട് ഫോം ചെയ്യുമ്പോൾ അതൊരു ബിഹേവിയർ പാറ്റേണായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. അങ്ങനെ നല്ല ബിഹേവിയർ മാറിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ഫ്യൂച്ചർ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ജനറേഷൻ ഉണ്ടാവും.
നമ്മൾ ഹാബിറ്റ് ഫോർമേഷനെ കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമുക്കിനി അതിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷനിലേക്ക് പോകാം. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് റെപ്പറ്റീഷനാണ്. അതായത് ഒരു കാര്യം നമ്മൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോഴത്തേക്കിന് അതൊരു ഹാബിറ്റായിട്ട് മാറാറുണ്ട്. അത് ഏത് ഹാബിറ്റും നിങ്ങളുടേതെന്ന് അനലൈസ് ചെയ്തെന്നാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഏതെങ്കിലും ഒരു കാര്യം റിപ്പീറ്റഡായിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഹാബിറ്റായിട്ട് മാറുന്നതായിരിക്കും. പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റ്, അതായത് നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റിന് +1 കയറിയപ്പോൾ ഫുൾ മാർക്ക് കിട്ടി. അങ്ങനെ സബ്ജക്റ്റിന് ഫുൾ മാർക്ക് കിട്ടിക്കഴിഞ്ഞ് ടീച്ചർ ഭയങ്കര അപ്രിഷ്യേറ്റ് ചെയ്തു, ക്ലാസ്സിൽ എല്ലാവരെയും എണീപ്പിച്ച് നിർത്തി നിങ്ങളെ ഭയങ്കരമായിട്ട് പറഞ്ഞുവെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് ആ സബ്ജക്റ്റിനോട് പ്രത്യേക ഇഷ്ടം തോന്നും. അപ്പോൾ അത് കൂടുതൽ ഇരുന്ന് പഠിക്കും. ഇറ്റ്സ് എ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റ്. നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാകുമ്പോൾ നമ്മളത് വീണ്ടും എന്തെങ്കിലും ചെയ്യാനും ആ പോസിറ്റീവ് ഫീഡ്ബാക്ക് നിലനിർത്താനും ശ്രമിക്കും. ദാറ്റ്സ് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റ്. തേർഡ് വൺ ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ആൻഡ് അൺലേണിംഗ്. മിക്കവാറും എല്ലാ ഹാബിറ്റ്സും ലേണിംഗ് ആണ്, പഠിച്ച് നമ്മൾ എടുക്കുന്നതാണ്, അല്ല ജനിക്കുമ്പോഴും ഉണ്ടാകുന്നതല്ല. ഒരു കാര്യം ഒരു ആക്ഷൻ നമ്മൾ റിപ്പീറ്റായിട്ട് ചെയ്ത് ലേണിംഗ് ആണ്. നല്ല ഹാബിറ്റ്സ് ലേൺ ചെയ്യാനും പറ്റും, മോശം ഹാബിറ്റ്സ് അൺലേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഹാബിറ്റ് ഫോർമേഷനാണ് ലേണിംഗ് ആൻഡ് അൺലേണിംഗ് പറഞ്ഞത്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ആൻഡ് കൺസിസ്റ്റൻസി. അതായത് കണ്ടിന്യൂസ് ആയിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും തുടർച്ചയായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ടും ഒരുപോലെ നമ്മൾ ഒരേ കാര്യം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റായിട്ട് മാറും. ഇപ്പം എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കുട്ടിയെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം വരും. അങ്ങനെ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരേ സമയത്ത് ഇപ്പം ടോയ്ലറ്റ് ട്രെയിനിങ്, കൊച്ചു കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്നത് ഒരേ സമയത്ത് ഒരേപോലെ നമ്മൾ എല്ലാ ദിവസവും പേരൻസ് ചെയ്യുകയാണെങ്കിൽ ആ സെയിം സമയത്ത് ഇതൊരു ഹാബിറ്റായിട്ട് മാറും. അതാണ് കണ്ടിന്യൂറ്റി ആൻഡ് കൺസിസ്റ്റൻസി. ഇങ്ങനെ ഫോം ചെയ്യുന്ന ചില ബിഹേവിയേഴ്സ് പ്രോബ്ലം ബിഹേവിയറായിട്ട് മാറാറുണ്ട്. അങ്ങനെയുള്ള പ്രോബ്ലം ബിഹേവിയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്തൊക്കെ കൊണ്ടാണ് പ്രോബ്ലം ബിഹേവിയേഴ്സ് ഉണ്ടാവുന്നത് എന്ന്. നമ്മളുടെ കുട്ടികൾ ഒരു സെൽഫ് എക്സ്പ്രഷൻ, അതായത് ആ കുട്ടിക്ക് പറയാനുള്ളത് പറയാനും ചെയ്യാനുള്ളത് ചെയ്യാനുമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതെ വരുമ്പോഴത്തേക്കും ബിഹേവിയർ പ്രോബ്ലംസ് ഉണ്ടാകും. അതായത് മിക്കവാറും സിബ്ലിംഗ് റിവൽറ്റി ഉണ്ടാകുന്നത്, സിബ്ലിംഗ് റിവൽറ്റി ഒരു പ്രോബ്ലം ബിഹേവിയറാണ്. ആ സിബ്ലിംഗ് റിവൽറ്റി ഉണ്ടാകുന്നത് അതുവരെ ഉണ്ടാകുന്ന കുട്ടിക്ക്, അതായത് ഒരു കുട്ടി ഒരു അനിയത്തിയോ അനിയനോ ഉണ്ടാകുന്നതിന് വരെ കുട്ടിക്ക് സെൽഫ് എക്സ്പ്രഷനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു സിബ്ലിംഗ് ഉണ്ടായിക്കഴിയുമ്പോൾ ആ സെൽഫ് എക്സ്പ്രഷൻസിനുള്ള ഓപ്പർച്യൂണിറ്റി കുറയുകയും ഒരാളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അറ്റൻഷൻ ഒരു കുട്ടിയിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ആ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പ്രോബ്ലം ബിഹേവിയറിന് കാരണമായി തീരാം. അതുപോലെ തന്നെ കുട്ടികളിൽ നിന്ന് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഒരു കുട്ടിക്ക്, എല്ലാ കുട്ടികൾക്കും ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു പൊട്ടൻഷ്യലുണ്ട്. ആ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യലും കൂടുതൽ ആ കുട്ടിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യണം. അതായത് ഒരു കുട്ടിക്ക് ഒരു 60 to 70% മാർക്ക് മേടിക്കാനായിട്ടുള്ള ടാലൻ്റാണ് ഉള്ളതെങ്കിൽ ആ കുട്ടിയിൽ നിന്ന് ഫുൾ മാർക്ക് മേടിക്കണം എന്ന് പേരൻസും ടീച്ചേഴ്സും എക്സ്പെക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ കുട്ടിയിലേക്ക് കൂടുതൽ പ്രഷർ ചെല്ലുകയും അത് സർട്ടൺ പ്രോബ്ലം ബിഹേവിയേഴ്സിലേക്ക് മാറാനുമുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് ചിൽഡ്രൻ ലേൺ അൺഅക്സെപ്റ്റബിൾ ബിഹേവിയേഴ്സ് ആസ് ടൂൾസ് ടു ഗെറ്റ് വാട്ട് ദേ വാണ്ട്. പിന്നെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഫാമിലി എൻവയോൺമെൻറ്റ്, അതായത് ബ്രോക്കൺ ഫാമിലീസ്, സിംഗിൾ പേരൻറ്റിങ് ഒക്കെ ഒരു പ്രോബ്ലം ബിഹേവിയേഴ്സ് ഉണ്ടാകാനുള്ള റീസൺസ് ആയി തീരുന്നുണ്ട്. എങ്ങനെയെന്ന് അനലൈസ് ചെയ്തെന്നാൽ സിംഗിൾ പേരൻസ് ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ സിംഗിൾ പേരൻറ്റിങ്ങിനെ മാത്രം പറയാം, ഇപ്പോൾ അത് ഡൈവോഴ്സ്ഡ് ആവാം, അല്ലെങ്കിൽ ഡെത്ത് ഉണ്ടായതാം, വിഡോ ആകാം, ഏതുമാകാം. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ ഒരു പേരൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുമല്ല, സിംഗിൾ പേരൻറ്റിങ്ങിന് വെളിയിൽ പോയിരിക്കുന്ന അച്ഛനോ അമ്മയോ വെളിയിലാണെങ്കിൽ അവിടെയും സിംഗിൾ പേരൻറ്റിങ് എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്നൊരു ഫാമിലി എൻവയോൺമെൻറ്റിൽ എല്ലാ കാര്യങ്ങളും കുട്ടിക്ക് സാധിച്ചു കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എടുക്കുന്നത് എങ്കിൽ എനിക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുമെന്ന് പറയുമ്പോൾ ഒരു പെർമിസീവ് ഡിസിപ്ലിനറി മെഷേഴ്സിലേക്ക് പോവുകയും അങ്ങനെ വരുമ്പോൾ എന്തും നേടിയെടുക്കാൻ അല്ലെങ്കിൽ എന്തിലേക്കും പോകാനായിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ദൃശ്യത്തിൻ്റെ അകത്ത് കൊന്ന ആ മോൻ്റെ കാര്യം എടുത്തുകഴിഞ്ഞാൽ അവിടെ ഒരു കൺട്രോളിൻ്റെ കുറവ് വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി എക്സാമ്പിൾസ് ഒത്തിരി സിനിമയിൽ കാണാം നമുക്ക്. പിന്നെ ഉള്ളത് ചൈൽഡ് ലൈഫിലുണ്ടാകുന്ന ക്രൈസിസ്, അതായത് വളരെ അടുത്തുള്ള ഒരു വ്യക്തി, വളരെ സ്നേഹിക്കുന്ന, വളരെ പാമ്പേർഡ് ആയിട്ടുള്ള, വളരെ നേച്ചേർഡ് ആയിട്ടുള്ള, വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള വ്യക്തിയുടെ മരണമോ അല്ലെങ്കിൽ ആ വ്യക്തി വിട്ടുപോകുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി ഒരു ചൈൽഡിൻ്റെ ലൈഫിൽ ഒരു ക്രൈസിസ് ഉണ്ടാകും. അതൊരു നോർമൽ നാച്ചുറൽ കലാമിറ്റി മൂലമാണെങ്കിലും ആക്സിഡൻറ്റ് മൂലമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമിലി പ്രോബ്ലംസ് മൂലമാണെങ്കിലും അങ്ങനെ ഒരു ക്രൈസിസ് ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടി ഡിസ്റ്റർബ്ഡ് ആവാനായിട്ടും
പുള്ളിയുടെ ബിഹേവിയറിൽ പ്രോബ്ലംസ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ ലോങ് ഫിസിക്കൽ ഇൽനെസ്, ഒത്തിരി നാൾ കിടപ്പിലാകുകയോ ഒത്തിരി നാൾ മേലായിക വന്നെന്നാലും അതും ഒരു പ്രോബ്ലം ബിഹേവിയറിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ട്. നമുക്കിതെങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും, അതായത് നമ്മളുടെ ബിഹേവിയർ പ്രോബ്ലംസ് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും. നല്ലവണ്ണം നേഴ്ച്ചർഡ് ആയിട്ടുള്ള, അതായത് ലവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി പാമ്പേർഡായിട്ട് യാതൊരു റെസ്പോൺസിബിലിറ്റീസും കൊടുക്കാതെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് വളർത്തുന്നു എന്നതല്ല, ആ ചൈൽഡിനെ വേണ്ട റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ട് ആ കുട്ടിയെ വിശ്വസിച്ചുകൊണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഏൽപ്പിച്ചു കൊണ്ടിട്ട് അതിനെ വളർത്തുക. നെക്സ്റ്റ്, റെക്കഗ്നൈസ് ഈസ് വർത്ത് എസ് എ പേഴ്സൺ, അതായത് ഒരു വ്യക്തി എന്ന നിലയിൽ പ്രായത്തിനനുസൃതമായ റെക്കഗ്നേഷൻ. അതായത് കുഞ്ഞു കുട്ടിയാണ്, ഇപ്പോൾ ഒരു 5 വയസ്സുള്ള കുട്ടിയാണ്, ആ കുട്ടി സ്വന്തമായിട്ട് ഒരു ഷർട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ മിടുക്കനാണ് നിനക്കിടാൻ പറ്റില്ല എന്ന് നമ്മൾ പറയുന്ന ഒരു വാക്ക്, ദറ്റ് ഇസ് എ റെക്കഗ്നേഷൻ. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും അവർ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ റെക്കഗ്നൈസ് ചെയ്യുകയും ചെറിയൊരു റെസ്പോൺസിബിലിറ്റീസ്, അവിടെ ഏജ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുകയും ചെയ്യുക. പിന്നെ റെസ്പെക്റ്റ് ചെയ്യുക. നമ്മളിപ്പോഴും പറയും കുട്ടികളെ എപ്പോഴും നല്ല ഭയങ്കര അടിച്ച് നമ്മൾ പറയുന്നതനുസരിച്ച് വളർത്തണമെന്ന്. പക്ഷേ അവരുടെ റൈറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്യുക, അവർക്ക് ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കുക, അവർ പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുക. അത് പാലിക്കണം എന്ന നിർബന്ധമല്ല, അത് ഇന്ന കൊണ്ട് മോനെ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മോളെ ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാം. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അതിന് ഡ്യൂ റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്യുക. അടുത്തത് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഹെൽപ്പ് ഹിം ടു ഡെവലപ്പ് ഇനിഷ്യേറ്റീവ്, ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അതായത് ഒരു കാര്യം ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ്, അതായത് ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കാം, പിന്നെ എൻകറേജ് ചെയ്യാം. ദെൻ പ്രൊവൈഡ് കണ്ടീഷൻസ് ഫോർ ഹോൾസം പ്ലേ. കളിക്കണം, പക്ഷേ ഡേഞ്ചറസ് അല്ലാതെ ഉള്ള കളികളിൽ ഔട്ട്ഡോർ ആസ് വെൽ എസ് ഇൻഡോർ പ്ലേക്കുള്ള പ്രൊവിഷൻസ് കൊടുക്കുക. ദെൻ ഇല്ലുസ്ട്രേറ്റ് ദ വാല്യൂ ഓഫ് ഇൻറ്റഗ്രിറ്റി, മൊറാലിറ്റി ആൻഡ് കറേജ്. നമുക്ക് ഇനി ഇയർലി ചൈൽഡ്ഹുഡ് ഇയേഴ്സിൻ്റെ ഫോക്കസ് പോയിന്റിലേക്ക് പോകാം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഇതിൽ ഈ പറയുന്ന പോയിൻറ്റ്സ് ആണ് നമുക്ക് മെയിനായിട്ടും പഠിക്കാനുള്ളത്. ഫസ്റ്റ്, മോട്ടോർ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഡിസിപ്ലിനറി ടെക്നിക്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഹാബിറ്റ് ഫോർമേഷന്, കോസസ് ഓഫ് ഇമോഷണൽ പ്രോബ്ലംസും മെഷേഴ്സ് ടു ഓവർകം ഇമോഷണൽ പ്രോബ്ലംസും ആണ്. അതിന് പകരം അതൊരു ബിഹേവിയർ പ്രോബ്ലംസ് ആണ്. അതിൻ്റെ കോസസ് ഓഫ് ബിഹേവിയർ പ്രോബ്ലംസ് എന്ന ഹെഡിങ്ങിൻ്റെ കീഴിലുള്ളതും മെഷേഴ്സ് ടു ഓവർകം ബിഹേവിയർ പ്രോബ്ലംസ് ഉള്ള 2 ഹെഡിങ്സുമാണ്. ബാക്കിയും കൂടെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.